Hello, good morning. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കീം PYQ സെറ്റ് 1 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് ലാസ്റ്റ് നടന്ന എക്സാമിൽ ഫിസിക്സിലുള്ള ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിൽ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ചൂസ് ദ ഇൻകറക്റ്റ് ഡയമെൻഷൻസ്. താഴെ തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ലീനിയർ മൊമെന്റം ml(t⁻⁻1), ആംഗുലർ മൊമെന്റം ml² t⁻⁻1, സ്പീഡ് ഓഫ് ലൈറ്റ് m0L(t⁻²), kinetic energy ml² t⁻², and angular frequency m0L0 t⁻⁻1 ആണ്. Okay, so here option C ആണ് നമുക്ക് തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ആ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത്. Okay, ഓപ്ഷൻ C ആണ്. അപ്പോൾ ഈ പറയുന്ന m0L t⁻² എന്ന് പറയുന്നത് എന്തിന്റെയാണ് നമുക്ക് നോക്കാം. സർഫസ് ടെൻഷന്റെയാണ് നമുക്ക് L0 t⁻² എന്ന് പറയുന്നിരിക്കുന്ന ഡയമെൻഷൻ. ഓക്കെ, അപ്പൊ നോക്കൂ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. നമുക്ക് അതിന്റെ ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ എഴുതാം? m0L t⁻⁻1 ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ബൈ ടൈം ആണ് അല്ലെ? അപ്പൊ വെലോസിറ്റിയുടെ ബൈ ടൈം, സോ m0L t⁻⁻1 by t ആണ്. സോ ഈ t ക്യാൻസൽ ആവും, നമുക്ക് അത് t എന്ന് പറയുന്നത് മുകളിലേക്ക് ആവും അല്ലെ? അപ്പൊ -2 ആകും. സോ m0L t⁻⁻2 ആണ്. അടുത്തത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ma ആണ് അല്ലെ? സോ അത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് മാസ് m1 ആകും, L t⁻⁻2 വന്നു. അടുത്തത് പ്രഷർ. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലെ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ml t⁻⁻2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് L², ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ്. സോ ഹിയർ എനിക്ക് എന്ത് വരും? ml⁻⁻1 t⁻⁻2 ആണ്. നമുക്കറിയാം സർഫസ് ടെൻഷന്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് പെർ ലെങ്ത് ആണ് അല്ലെ? ഇപ്പൊ ഫോഴ്സ് എന്താണെന്ന് നമുക്കറിയാം, പെർ ലെങ്ത്. സോ ml t²t⁻² ആണ്. t−2 by L ആണ്. സോ L ക്യാൻസൽ ആയി പോകും. സോ ml0 t⁻². So this is the dimensional formula for the surface tension. Okay. The length of the side of a cube is 1.1 into 10⁻⁻2 meter. Its volume in meter cube up to the correct significant figures. Okay, അപ്പോൾ നമുക്ക് ഒരു ക്യൂബിന്റെ സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ആ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന ലെങ്ത് എത്രയാണ്? 1.1 ആണ്. സോ ദ ആൻസർ ഷുഡ് ബി ഇൻ 1.1, ദാറ്റ് ഈസ് ഇൻ ആ ഒരു 2 ഡിജിറ്റിലായിരിക്കും നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റിൽ നമുക്ക് വരാൻ പാടുള്ളൂ. ഓക്കെ, സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന 1.1നെ സ്ക്വയർ ചെയ്യണം. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? L ക്യൂബ് ആണ്. ലെങ്ത്തിന്റെ ആ ഒരു ക്യൂബ് എടുക്കുന്നതാണ് നമുക്ക്, സൈഡ് ക്യൂബ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ അപ്പൊ 1.1 ഇൻറ്റു ഹോൾ ക്യൂബ് വരും നമുക്ക്. സോ 1.3 ആണ് നമുക്ക് കിട്ടുന്നത്. നോക്കൂ, സോ ആൻസർ ഇ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. എന്താണ്? 1.3 ഇൻറ്റു 10⁻⁻6. ഓക്കെ, ആൻസർ നമുക്ക് നോക്കാം ഒന്നുകൂടി എങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ലെങ്ത് ഓഫ് ദ ക്യൂബ് എന്താണെന്ന് നമുക്കറിയാം, 1.1 ഇൻറ്റു 10⁻⁻2 മീറ്റർ ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ക്യൂബ് ആണ്. സോ 1.1 ഇൻറ്റു 10⁻⁻2 ഹോൾ ക്യൂബ് ആണ്. സോ 1.33 ഇൻറ്റു 10⁻⁻6 മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ നമുക്ക് റിസൾട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? നമുക്ക് 1.1 ഇൻറ്റു 10⁻⁻2 ഇതാണ് നമുക്ക് വേണ്ടത് അല്ലെ? സോ ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് നമ്മൾ റൗണ്ട് ചെയ്യേണ്ടത്. സോ 1.3 മാത്രമേ വരുള്ളൂ, 3 വരില്ല. സോ 1.3 ഇൻറ്റു 10⁻⁻6 ആണ് നമുക്ക് വരുന്ന ആ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ ഫോർ ദി വോളിയം. ഓക്കെ, a person travel in a car from P to Q with a uniform speed U and returns to P with a uniform speed V. Okay, അപ്പൊ P എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൽ നിന്ന്, അതായത് ഇതെന്ന് പറയുന്നത് എന്റെ ഒരു പോയിന്റ് P ആണെന്ന് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. P എന്ന് പറഞ്ഞ് ഞാൻ ഒരു Q എന്ന് പറഞ്ഞ ഒരു പോയിന്റിലേക്ക് ഒരു പേഴ്സൺ ട്രാവൽ ചെയ്യുകയാണ്. ഓക്കെ, Pയിൽ നിന്ന് പോകുന്ന ആ ഒരു യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത് U ആണ്. തിരിച്ച് റിട്ടേൺ ചെയ്യുന്ന ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? V ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവറേജ് സ്പീഡ് എത്രത്തോളമാണ്? ആ ഒരു റൗണ്ട് ട്രിപ്പ് ടോട്ടൽ ആയിട്ട് വരുന്ന ട്രിപ്പിന് വരുന്ന ആവറേജ് സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 2uv/u+v ആണ് നമുക്ക് വരുന്ന ആ ഒരു റൈറ്റ് ആൻസർ. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പൊ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് അല്ലെ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത്. സോ ആവറേജ് ആയതുകൊണ്ട് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് പിയും ക്യൂവും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസിനെ ഡി എന്നൊരു പേരിലാണ്. അതായത് നമ്മൾ പറഞ്ഞു P to Q ആണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു ആ പേഴ്സൺ. സോ അവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസിനെ ഞാൻ d എന്നുള്ള ഒരു ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ടൈം ടേക്കൺ ടു ഗോ ഫ്രം P to Q വിൽ ബി d/u ആയിരിക്കും. കാരണം എന്താണ്? u എന്നൊരു സ്പീഡിലാണ് P യിൽ നിന്ന് Q ലേക്ക് ഞാൻ ട്രാവൽ ചെയ്യുന്നത് ആ പേഴ്സൺ.
സോ യു ബൈ ഡി ആണ് വരുന്നത്. സിമിലർലി Q2P എന്ന് പറയുമ്പോൾ എനിക്ക് വരുന്ന ആ ഒരു എന്താണ് V ആണ്. സോ അപ്പൊ V ബൈ ഡി ആയിരിക്കും നമുക്ക് എന്തെന്ന് വരുന്നത് ഫ്രം Q നിന്ന് Pയിലേക്ക് ട്രാവൽ ചെയ്യുന്നത് D ബൈ V ആണ്. ഓക്കെ, നമുക്ക് ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ആവറേജ് സ്പീഡ് ആണ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ സ്പീഡ് ബൈ ടൈം അല്ലേ വരുന്നത് അല്ലെ. സോ 2D ബൈ എന്താണ് വരുന്നത്? D ബൈ U പ്ലസ് D ബൈ V ആണ് വരുന്നത്. സോ അപ്പൊ ഇത് നോക്കൂ, ഞാൻ 2D ബൈ D ഇൻറ്റു ഇത് ഞാൻ LCM എടുക്കുകയാണ്. D ഞാൻ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ U പ്ലസ് V ബൈ UV വരും. അപ്പൊ ഇത് ഞാൻ എനിക്ക് ന്യൂമറേറ്ററിലേക്ക് വരും. UV 2D ഇൻറ്റു UV ബൈ D ബൈ U പ്ലസ് V വരുന്നുണ്ട്. ഈ D യും D യും ക്യാൻസൽ ആകും. സോ എനിക്ക് എന്താ വരുന്നത്? 2UV by U plus V ആണ് വരുന്നത്. ഓക്കെ, a body of weight W is suspended from a ceiling of the room through a chain of W weight W, small letter weight. അപ്പോൾ ഒരു ബോഡി W വെയിറ്റ് ഉള്ള ഒരു ബോഡീനെ ഞാൻ സീലിംഗിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു ചെയിനിലാണ് വെയിറ്റ് ചെയ്തത്. ചെയിനിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ W ആണ്. അങ്ങനെയാണെങ്കിൽ the ceiling pulls the chain by a force. അപ്പൊ സീലിംഗ് എന്ന് പറയുന്നത് ആ ഒരു ചെയിനിലേക്ക് ഒരു ഫോഴ്സ് പുൾ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് എത്രത്തോളം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഹിയർ ഓപ്ഷൻ ഇ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. W പ്ലസ് W ആണ് വരുന്നത്. അതായത് ഈ പറയുന്ന സീലിംഗിന്റെ വെയിറ്റും അതുപോലെ തന്നെ ഈ ഒരു ചെയിനിന്റെ വെയിറ്റും കൂടി ആഡ് ചെയ്യുന്നത് എന്താണോ അതാണ് നമുക്ക് വരുന്ന ആ ഒരു സീലിംഗ് ആ ഒരു ചെയിനിലേക്ക് പുൾ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, the ceiling pulls the chain with a force equal to the sum of weights of chain and the body. അല്ലെങ്കിൽ ആ ഒരു പറയുന്ന weight of the ചെയിനും അതുപോലെ തന്നെ ആ ഒരു വെയിറ്റ് ഓഫ് ദ ബോഡി ആണ് W. അതിന്റെ രണ്ടിന്റെയും കൂടി സം ആണ്. സോ ദ പുള്ളിംഗ് ഫോഴ്സ് W പ്ലസ് W ആണ് നമുക്ക് വരുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. The coefficient of friction between the rod and the tires of the cyclist is 0.1. coefficient of friction നമുക്ക് തന്നിരിക്കുന്നത് 0.1 ആണ്. The maximum speed with which he can take a circular turns of radius 2 meter without skidding. നമുക്ക് സ്പീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം സ്പീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. 2 മീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ ഒരു റൗണ്ട് ഷേപ്പിൽ അത് റൗണ്ട് ചെയ്യണമെങ്കിൽ അതിനെടുക്കുന്ന മാക്സിമം സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. G നമുക്ക് തന്നിരിക്കുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ ആൻസർ നമുക്ക് വരുന്നത് A ആണ്. ദാറ്റ് ഈസ് √2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് നോക്കാം. മ്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 0.1 ആ ഒരു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. റേഡിയസ് നമുക്ക് 2 മീറ്റർ തന്നിട്ടുണ്ട്. G നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലെ. സോ നമുക്കറിയാം ആ ഒരു സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? V is equal to square root of mu rg ആണ്. എന്താണ് വരുന്നത്? square root of mu rg. അപ്പൊ എന്താണ് മ്യൂയുടെ വാല്യൂ 0.1 ഇൻറ്റു R എന്ന് പറയുന്നത് 2 ആണ് ഇൻറ്റു G എന്ന് പറയുന്നത് 10 ആണ്. സോ അപ്പൊ ഈ 0യും ഈ പോയിന്റും ക്യാൻസൽ ആകും 2. സോ ആൻസർ V is equal to √2 ആണ് കിട്ടുന്നത്. Okay, that is speed എന്ന് പറയുന്നത് √2 സ്പീഡ് ആണ്. A person standing in an elevator experiences weight loss when the elevator, അതായത് ഒരു പേഴ്സൺ എലിവേറ്ററിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് വെയിറ്റ് ഇല്ലാത്ത രീതിയിൽ ഫീൽ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? എലിവേറ്റർ എപ്പോ മുകളിലേക്ക് പോകുമ്പോഴാണോ ഡൗൺ പോകുമ്പോഴാണോ സ്റ്റോപ്പ് ആയി നിൽക്കുമ്പോഴാണോ എപ്പോഴാണ് നമുക്ക് ഒരു വെയിറ്റ് ലോസ് ആയിട്ട് അനുഭവപ്പെടുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? മൂവ്സ് ഡൗൺ വിത്ത് യൂണിഫോം വെലോസിറ്റി, മൂവ്സ് അപ്വേർഡ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ, മൂവ്സ് ഡൗൺവേർഡ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. സോ ഓപ്ഷൻ സി ആണ് അല്ലെ. ഡൗൺവേർഡിലേക്ക് ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷനിലൂടെ മൂവ് ചെയ്യുമ്പോഴാണ് ആ ഒരു പേഴ്സണ് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു വെയിറ്റ് ലോസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പേഴ്സൺ ഫീൽ ഹിസ് വെയിറ്റ് ലെസ് ദാൻ ദ ലിഫ്റ്റ് ഗോസ് ഡൗൺ വിത്ത് ദ സെയിം ആക്സലറേഷൻ. ആ ഒരു സെയിം ആക്സലറേഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആക്സലറേഷനിലൂടെ കൊണ്ടാണ് ആ പറയുന്ന ലിഫ്റ്റ് താഴത്തേക്ക് മൂവ് ആകുകയാണെങ്കിൽ നമുക്ക് എന്താകും? ഒരു ഫീൽ ചെയ്യും നമുക്ക് വെയിറ്റ് ലോസ്, അതായത് ആക്ച്വൽ വെയിറ്റിൽ നിന്നും വെയിറ്റ് കുറയുന്ന രീതിയിൽ നമുക്ക് ഫീൽ ആകും. കാരണം എന്താണ്? സ്യൂഡോ ഫോഴ്സ് ആക്ടിങ് ഓൺ ഹിം ഈസ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. അപ്പൊ നമുക്ക് ആ ഒരു സ്യൂഡോ ഫോഴ്സ് നമുക്ക് നമ്മുടെയിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ്. അപ്പൊ എന്താകും? ആ ഒരു എഫക്റ്റീവ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് റെഡ്യൂസ് ആകും. അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഒറിജിനൽ വെയിറ്റിൽ നിന്ന് നമുക്ക് വെയിറ്റ് കുറയുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്. ഓക്കെ, a constant force of 6 Newton acting on a stationary body displaces by 3 meter in 2 seconds. Okay, force നമുക്ക് തന്നിട്ടുണ്ട് 6 Newton ആണ്, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് 3 meter, ടൈം 2 seconds തന്നിട്ടുണ്ട്. സോ ആവറേജ് പവർ എത്രത്തോളമാണ് ആവറേജ് പവർ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി 9 watt ആണ് നമുക്ക് കിട്ടുന്ന ആവറേജ് പവർ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണം നോക്കാം. നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ട് 6 Newton, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് 3 meter തന്നിട്ടുണ്ട്.
സിമിലർലി ടൈമും തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാം. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് 6 ആണ്, ഡിസ്പ്ലേസ്മെന്റ് 3 ആണ്. സോ W ഇസ് ഈക്വൽ ടു എന്താണ്? 6 into 3 which is equal to 18 ജൂൾ ആണ് നമുക്ക് കിട്ടുന്ന വർക്ക് ഡൺ. ഇനി അടുത്ത് നമുക്ക് പവർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. സോ പവർ ഇസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ബൈ ടൈം ആണ്. അപ്പൊ വർക്ക് നമുക്കറിയാം 18 ജൂൾ ആണെന്ന് നമുക്കറിയാം. ബൈ ടൈം നമുക്ക് 2 seconds തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 2 which is equal to 9 watt വരുന്നുണ്ട്. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് 18 ജൂളുമാണ്, പവർ എന്ന് പറയുന്നത് 9 watt ആണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് 9 watt ആണ് പവർ. ഓക്കെ. A block of 3 kg executes simple harmonic motion under the restoring force of a spring. ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ്, സ്പ്രിങ്ങിന്റെ റീസ്റ്റോറിംഗ് ഫോഴ്സിൽ ഒരു 3 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബ്ലോക്കിൽ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. The amplitude and time period of the motions are 0.1 meter and 3.14 seconds respectively. Amplitude എത്രയാണ്? 0.1 മീറ്ററും ടൈം എന്ന് പറയുന്നത് 3.14 seconds ആണ്. സോ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ദ മാക്സിമം ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ സ്പ്രിംഗ്. ആ ഒരു സ്പ്രിങ് ആ ബ്ലോക്കിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന മാക്സിമം സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? 1.2 ന്യൂട്ടൺ, 3 ന്യൂട്ടൺ, 12 ന്യൂട്ടൺ, 13 ന്യൂട്ടൺ ആൻഡ് 90 ന്യൂട്ടൺ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 1.2 ന്യൂട്ടൺ ആണ് നമുക്ക് വരുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ആ ഒരു സ്പ്രിങ് ബ്ലോക്കിലേക്ക് എക്സ്പീരിയൻസ് ചെയ്ത് അല്ലെങ്കിൽ എക്സേർട്ട് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് 1.2 ന്യൂട്ടൺ ആണ്. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ദ മാക്സിമം ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ ബ്ലോക്ക് ഈസ് KA. ഓക്കെ. മാക്സിമം ഫോഴ്സ് ആ ഒരു ബ്ലോക്കിലേക്ക് എക്സേർട്ട് ചെയ്യുന്നത് എത്രയാണ്? KA ആണ്. അപ്പൊ when block is at extreme position, ആ ഒരു ബ്ലോക്ക് എക്സ്ട്രീം പൊസിഷൻ, മാക്സിമം പൊസിഷനിലാണെങ്കിൽ K എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ. സോ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? മാസ് തന്നിട്ടുണ്ട് 3 kg, ആംപ്ലിറ്റ്യൂഡ് 0.1 മീറ്റർ ആണ്, ടൈം എന്ന് പറയുന്നത് 3.14 seconds ആണ്. നമുക്ക് ആംഗുലാർ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. ഒമേഗ ഇസ് ഈക്വൽ ടു എന്താണ്? 2π/t ആണ്. അതായത് 2πf ആണ്. F is equal to എന്താണ്? 1/t ആണ്. സോ 2π/t വരും, which is equal to 2π/t എന്ന് പറയുന്നത് എന്താണ്? 3.14 ആണ്. പൈയുടെ വാല്യൂ തന്നെ അല്ലേ. അപ്പൊ ആ രണ്ട് വാല്യൂസും ക്യാൻസൽ ആയി പോയാൽ എനിക്ക് 2 seconds ആണ്, അതായത് 2 per second ആണ് നമുക്ക് വരുന്നത്. കാരണം എന്താണ്? t എന്ന് പറയുന്നത് എനിക്ക് ഡിവിഷനിലാണ് വരുന്നത്. ഓക്കെ. 2 s ഇൻവേഴ്സ് ആണ്, സെക്കൻഡ്സ് ഇൻവേഴ്സ് ആണ് വരുന്നത്. ഇനി നമുക്ക് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ K is equal to എന്താണ്? m into omega square ആണ്. മാസ് നമുക്കറിയാം, ഒമേഗ നമ്മൾ ലാസ്റ്റ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്തു. സോ m into m എന്ന് പറയുന്നത് 3 ആണ്, ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 2 square which is equal to 4. സോ 3 into 4 എന്ന് പറയുന്നത് 12. സോ K എനിക്ക് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അടുത്തെന്ന് കണ്ടുപിടിക്കാം. മാക്സിമം ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ ബ്ലോക്ക്. ആ ബ്ലോക്കിലേക്ക് എക്സേർട്ട് ചെയ്തിരിക്കുന്ന മാക്സിമം ഫോഴ്സിന് ഇക്വേഷൻ എന്താണ്? KA, that is spring constant into the amplitude. What is the KA? നമുക്ക് K നമ്മൾ എത്ര കാൽക്കുലേറ്റ് ചെയ്തു? 12 ആണ്. 12 into amplitude നമുക്ക് തന്നിട്ടുണ്ട് 0.1 ആണ്. സോ 12 into 0.1 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 1.2 ന്യൂട്ടൺ ആണ് വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. The principle involved in the performance of a circus acrobat is the conservation of. ആ ഒരു സർക്കസ് അക്രോബാറ്റ് ഉണ്ടാവില്ലേ, അതിൽ വരുന്നത് എന്തിന്റെ കൺസർവേഷൻ ആണ് വരുന്നത് എന്നാണ്. ഓക്കെ. ആ ഒരു പെർഫോമൻസിൽ നമുക്കൊരു പ്രിൻസിപ്പിൾ ഇൻവോൾവഡ് ആവുന്നുണ്ട്. അതെന്ന് പറയുന്നത് എന്തിന്റെ കൺസർവേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ആംഗുലാർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ ആണ് നമുക്ക് ആ ഒരു സർക്കസ് അക്രോബാറ്റിൽ വരുന്നത്. ഓക്കെ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ആംഗുലാർ മൊമെന്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എനി റൊട്ടേറ്റിംഗ് ഒബ്ജെക്ട് given by moment of inertia times angular velocity. ഒരു inertia time angular moment of inertia times angular velocity ആ ഒരു റൊട്ടേറ്റിംഗ് ഒബ്ജക്റ്റിലേക്ക് കൊടുക്കുന്ന ആ ഒരു moment of inertia times angular velocity നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? kg meter square per seconds ആണ്. ഓക്കെ. ഐയും ഒമേഗ, അതായത് കറന്റും ഒമേഗ എന്ന് പറയുന്നത് the moment of inertia ആണ് and angular velocity respectively ആണ്. ഓക്കെ. സോ ദ ആംഗുലാർ മൊമെന്റം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? L is equal to I into omega അല്ലെങ്കിൽ L is equal to RP എന്ന് എടുക്കാം. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ റൊട്ടേഷനും P എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റും ആണ്. അപ്പൊ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കോർഡിംഗ് ടു ദ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം, if the total external torque on the system of particle is 0. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിന്റെ ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ആംഗുലാർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് റിമൈൻസ് കൺസേർവ്ഡ് ആണ്. ഓക്കെ. ഇതാണ് നമുക്ക് ആ ഒരു സർക്കസ് അക്രോബാറ്റിൽ വരുന്ന ആ ഒരു കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം, ഒരു സർക്കസ് അക്രോബാറ്റ് സ്പിൻ ചെയ്യുന്നത് പെർഫോം ചെയ്യുകയാണെങ്കിൽ he brings his limbs
ക്ലോസ് ടു ദ ബോഡി അല്ലെ, ആ ഒരു ലിംസിനെ ബോഡിയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്ക് അവിടെ പ്രത്യേകിച്ച് ടോർക്ക് ഒന്നും തന്നെ ആ ഒരു അക്രോബാറ്റിൽ ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്കറിയാം ആ ഒരു കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിൽ ആംഗുലാർ മൊമെന്റം ഓഫ് അക്രോബാറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റിമൈൻ കൺസേർവ്ഡ് ആണ് വരുന്നത്. ഓക്കെ, ഇഫ് Im ഒമേഗ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ അതുപോലെ തന്നെ ആംഗുലാർ വെലോസിറ്റി ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം എനിക്ക് എങ്ങനെ എഴുതാം, L is equal to I ഒമേഗ എന്നാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് നമുക്ക് റിമൈൻസ് കൺസേർവ്ഡ് ആയിട്ടാണ് വരുന്നത് ആൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് നമുക്ക് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കും. സോ ദ ആംഗുലാർ വെലോസിറ്റി വിൽ ബി ഇൻക്രീസ് ആവുകയും ചെയ്യും. അപ്പൊ ആ ഒരു സർക്കസ് അക്രോബാറ്റ് ഹിസ് ലിംസ് ക്ലോസ് ടു ദ ബോഡി വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിക്രീസ് ആവുകയും ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ അക്രോബാറ്റ് വിൽ ഇൻക്രീസ് ആവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, for a smoothly running analog clock, the ratio of angular velocity of the minute hand to the angular velocity of the hour hand is. Okay, for ഒരു smoothly running analog clock ൽ എന്തിന്റെയൊക്കെ റേഷ്യോ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്, ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ മിനിറ്റ് ഹാൻഡ് അല്ലെ, ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ മിനിറ്റ് ഹാൻഡും ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ അവർ ഹാൻഡും എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, 12 ആണ് നമുക്ക് വരുന്നത് ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. The hour hand rotates 360 degree once in every 12 hours. അല്ലെ, ഓരോ 12 മണിക്കൂറിലും 360 ഡിഗ്രി റൊട്ടേറ്റ് ആവുന്നുണ്ട്. അതായത് അപ്പോൾ ടൈം ദ മിനിറ്റ് ആൻഡ് ഗോസ് ത്രൂ ദി ഫുൾ റൊട്ടേഷൻ 12 ടൈംസ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ആംഗുലാർ സ്പീഡ് എന്താ നോക്കുകയാണെങ്കിൽ ദ പേസ് അറ്റ് വിച്ച് ആൻ ഒബ്ജക്ട് ചേഞ്ചസ് ദി ആംഗിൾ, okay, which we measure in the radians in given name as the angular speed. അപ്പോൾ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് അതിന്റെ ആംഗിൾ ചേഞ്ച് ആകുന്ന ആ ഒരു ഫേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിന്റെ ആംഗുലാർ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻഡ് അവർ ഹാൻഡ് കവേഴ്സ് 30 ഡിഗ്രി ഇൻ 60 മിനിറ്റ്സ്. അവർ ഹാൻഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഓരോ മിനിറ്റിൽ 60 മിനിറ്റിൽ 30 ഡിഗ്രിയാണ്. നമുക്കറിയാം 1, 2. അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ ഒരു 1 ഉം 2 ഉം തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 30 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ അവർ ഹാൻഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് 60 മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു 1 കംപ്ലീറ്റ് റൊട്ടേഷനിൽ 30 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ആവുന്നത്. പക്ഷേ ഒരു മിനിറ്റ് ഹാൻഡ് എങ്ങനെയാണ് 360 ഡിഗ്രി കറങ്ങുന്നുണ്ട് അല്ലെ, 360 ഡിഗ്രിയാണ് ഒരു മണിക്കൂറിൽ നമുക്ക് 60 മിനിറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ 360 ഡിഗ്രിയാണ് കറങ്ങുന്നത്. സോ ആംഗുലാർ സ്പീഡ് ഇസ് ഈക്വൽ ടു എന്താണ്, ആംഗിൾ കവേർഡ് ബൈ ടൈം ടേക്കൺ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻഡ് അവർ ആൻഡ് 30 ഡിഗ്രി ഇൻ 30 മിനിറ്റ്സ്. സോ നമുക്ക് ആ ഒരു WH അവർ ആൻഡിന്റെ എന്ത് വരും, 30/60 മിനിറ്റ് ആണ്. സോ 0.5 ഡിഗ്രി പെർ മിനിറ്റ് ആണ് വരുന്നത്. അടുത്തത് നമുക്ക് ആ ഒരു മിനിറ്റ് ഹാൻഡിന്റെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് 360 ഡിഗ്രീസ് ഇൻ 60 മിനിറ്റ്സ് ആണ്. അപ്പൊ 360/60 നമുക്ക് 6 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അവർ തമ്മിലുള്ള റേഷ്യോ നോക്കൂ, ഒമേഗ എം അതായത് ആംഗുലാർ മിനിറ്റിന്റെ ആംഗുലാർ ഹാൻഡിന്റെ വെലോസിറ്റി തമ്മിലുള്ള റേഷ്യോ ആണ് 6:5 ആണ്. അപ്പൊ 6/0.5 വരുന്നത്. സോ 12/1 വരും. സോ 12 ആണ് നമുക്ക് വരുന്ന റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു PYQ സെറ്റ് 1 നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.